നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് ഒരു 80% ആൾക്കാർക്കും ഒരു വാഹനം ഓടിച്ചു തുടങ്ങുന്നവർക്കും പേടിയാണ് ലെഫ്റ്റ് സൈഡ് വാഹനം തട്ടുമോ എന്നുള്ളത്. ഒരു കൃത്യമായിട്ടൊരു ജഡ്ജ്മെന്റ് കിട്ടുന്നില്ല. ലെഫ്റ്റ് സൈഡിലൊക്കെ പോകുന്ന ആൾക്കാരെ തട്ടും, അല്ലെ വാഹനത്തിൽ ഇടിക്കും എന്നുള്ള വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് ആ ഇരിക്കുന്ന സമയത്ത് വാഹനം വലുതായിട്ട് തോന്നുമ്പോൾ പോയി തട്ടു എന്നുള്ള പേടിയാണ്. എവിടെയാണ് കൃത്യമായിട്ട് നമുക്കൊരു വാഹനത്തിനുള്ളിൽ ഇരുന്ന് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആളിനെയും വാഹനത്തെയും തട്ടാതെ എങ്ങനെ ഒരു വാഹനം കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തൊരു വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയുള്ള യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണാൻ അറിയാവുന്നവരൊന്നും ഇത് കാണണമെന്നില്ല. കാരണം ഓടിച്ചോടിച്ച് വരുന്തോറും നമുക്ക് അതിൻ്റെ ഉള്ള വിഷ്വലുകൾ നമുക്ക് കിട്ടുന്നതാണ്. ഏത് വാഹനത്തിനുള്ളിൽ ഇരുന്നാലും കൃത്യമായി നമുക്ക് ഈ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനെ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. കാരണം 10 വർഷമായിട്ട് ലൈസൻസ് ഉണ്ട്, 15 വർഷമായിട്ട് ലൈസൻസ് ഉണ്ട്, സ്വന്തം വണ്ടി വീട്ടിലും ഉണ്ട്. ആ വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാൻ മേലാത്ത പലരും നമ്മുടെ ചുറ്റും നമുക്കറിയുന്ന സുഹൃത്തുക്കളുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ആക്കുക എന്നത് ഞാൻ ആ വാഹനം ഓടിച്ച് തന്നെ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ബ്രേക്കിലേക്കും സ്റ്റിയറിങ്ങിനൊക്കെ പഠിച്ച് നമ്മൾ സീറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യണം. അതിനെപ്പറ്റി ഒരു വണ്ടിയെ കയറി എടുക്കുന്ന വരെയുള്ള കാര്യത്തെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽ ആയ വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കയറി കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ഞാനിപ്പം വാഹനം എടുക്കാൻ വേണ്ടി പോകുന്ന സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു, വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്, ഹാൻഡ് ബ്രേക്ക് വരെ മാറ്റിയിട്ടിരിക്കുകയാണ്. നമുക്ക് മിററിൽ നോക്കണം ബാക്കിൽ വണ്ടി ഉണ്ടോ ഇല്ലെന്ന്. നമ്മൾ വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാവും, വാഹനം എടുക്കാവും. വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ബ്രേക്കിൽ നിന്നും കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് എടുത്തു. അപ്പം ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു കാരണവശാലും എടുത്തോണ്ട് ഓടരുത്. നമ്മുടെ ആ റോഡിലേക്ക് കയറി സ്പേസ് നമുക്ക് കിട്ടി റോഡിലായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങളൊരു വാഹനം പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുത്തോണ്ട് ഓടിക്കുക. കാരണം നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ വീല് തിരിഞ്ഞിരിക്കുക, അതുകൊണ്ട് സ്പീഡിൽ പോവാം. വണ്ടി നേരെ അല്ലാത്ത ഒരു വണ്ടി നേരെ ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തുള്ളൂ. അതേ സമയത്ത് നമ്മളിപ്പം ആക്സിലേറ്റർ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ വീല് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് വണ്ടിക്ക് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ അത് കാരണത്താൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ കയ്യിൽ നിന്ന് ആ കൺട്രോൾ പോകുന്ന കാരണത്താൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ സ്റ്റിയറിംഗിലേക്ക് നിങ്ങൾ പിടിക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് കാല് പോകുമ്പോൾ വണ്ടി ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നേരെയാകാത്ത വണ്ടിയുടെ ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യരുത്, ഫുള്ളായിട്ട് കാലെടുക്കുക. ഇപ്പൊ ഞാൻ വണ്ടി നേരെ ആയി വണ്ടി ക്ലച്ചിൽ നിന്ന് മുഴുവൻ കാലെടുത്തു, ഞാൻ എന്റെ സൈഡിൽ കൂടെ തന്നെ പോവാണ്, ക്ലച്ച് വണ്ടി സെക്കൻഡ് ഗിയറും കൊടുത്തു. ഇത് കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, അതുകൊണ്ട് അവിടെ നമ്മൾ തട്ടിപ്പോകുന്ന പോലെ തോന്നും. ഈ ഒരു വീഡിയോ കാണാൻ 90% ആൾക്കാരുടെ പ്രശ്നം ഇതാണ് കേട്ടോ. നിങ്ങളിപ്പോ ഈ ഇത്തരം വണ്ടി ഉണ്ടല്ലോ, അപ്പൊ അവിടെ പോയി തട്ടിയല്ലേ പോകുന്ന എന്ത് ചെയ്യും, പലരും കണ്ട് ഇങ്ങനെ സെന്ററിലേക്ക് അങ്ങ് പിടിക്കും. ഈ സെന്ററിലേക്ക് പിടിക്കുമ്പോൾ വണ്ടി കണ്ടോ, അപ്പൊ ആ സൈഡ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നത്, പക്ഷെ വാഹനം ഏത് സൈഡിൽ കൂടെ, സെന്ററിൽ കൂടെ ആണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗം കൃത്യമായിട്ട് നിങ്ങൾ ആ റോഡിന്റെ എഡ്ജിലേക്ക് വന്ന് നിങ്ങൾ ഇങ്ങനെ നിർത്തി നോക്കണം. നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടത്. എവിടെയെങ്കിലും നമ്മളൊരു കമ്പ് നാട്ടിയോ എവിടെയെങ്കിലും സ്പേസ് ഉള്ള സ്ഥലത്തോ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ എന്തോ ഒരു അടയാളം വെച്ചിട്ട് നിങ്ങളെ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കുക. കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ആക്കി വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ആ മിററിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് കറക്റ്റായിട്ട് എഡ്ജ് നിൽക്കുന്നതുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങി നമുക്ക് വെളിയിലോട്ട് ചാടിയിട്ടുമില്ല, കൃത്യമായിട്ട് നമുക്ക് ആ ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് മാത്രം, കാരണം നമ്മൾ ഈ പലരും കേട്ടേക്കുന്നതൊക്കെ നമ്മൾ ഈ സെന്ററിൽ വെച്ചുകൊണ്ട് ചെയ്യാനാണ് പലരും പറയാറുള്ളത്. അപ്പൊ പലർക്കും ഈ സെന്ററിൽ വെച്ച് നോക്കിയിട്ട് പോലും അതിന്റെ ജഡ്ജ്മെന്റ് കിട്ടാത്തതിന്റെ കാരണം നമുക്ക് ഈ വാഹനത്തിന്റെ ഡാഷ്ബോർഡിന്റെ പൊക്കം പല വ്യത്യാസങ്ങളാണ്. അതായത് ഡാഷ്ബോർഡിന് പൊക്കമുള്ള വണ്ടി ഉണ്ടാകും, ഡാഷ്ബോർഡിന് പൊക്കം കുറവുള്ള വണ്ടി ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു അടയാളത്തിൽ ജഡ്ജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇത്രയുള്ള ഒരു ഡാഷ്ബോർഡ് ആണെങ്കിൽ ആ ലൈൻ എങ്ങോട്ട് മാറി വരും, ഈ ഒരു ഭാഗത്തേക്ക് മാറി വരും. അതേ സമയത്ത് ഡാഷ്ബോർഡ് പൊക്കം കുറവാണെങ്കിലോ ഇങ്ങോട്ട് വരും. അപ്പം ഒരു കാരണവശാലും നമ്മുടെ സെന്റർ കിട്ടാത്തതിന്റെ കാരണം ഡാഷ്ബോർഡിന് ഒരേ ലെവൽ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് സെന്റർ കിട്ടാത്തത്. അപ്പൊ നിങ്ങൾ ഈ സെന്ററിൽ നിന്ന് മാറ്റി വെച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രത്തോളം വന്നാലേ ആ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾ ചെയ്യുക. അതേപോലെ നമുക്ക് വ്യത്യാസം വരാം. നമ്മുടെ ഡ്രൈവിംഗ് സെറ്റ് ഇരിക്കുന്ന ഒരാളിന്റെ നീളം ഒരേ നീളമല്ല. കാരണം ഈ ലെവലിൽ നോക്കുന്നവരായിരിക്കും ചിലർ ഇരിക്കുമ്പോൾ ഈ ഒരു കാണിരിക്കുക, ചിലരാണെങ്കിൽ പൊക്കം ഉള്ളവരുണ്ടാകും, പൊക്കം കൂടിയതും കുറഞ്ഞതും എല്ലാം ഉണ്ടാകും. അപ്പൊ പൊക്കം കുറയുന്നതിനനുസരിച്ച് ഇങ്ങോട്ടും വരും,
പൊക്കം കൂടുന്നതിനനുസരിച്ച് അങ്ങോട്ടും മാറാം. അതുപോലെ തന്നെ സീറ്റിന്റെ ലെവലും അതുപോലെ തന്നെ അങ്ങനെ തന്നെയാവും. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹങ്ങളാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലേ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുക്കുന്ന പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കുമെന്നും പറഞ്ഞ്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് പേടിക്കണം? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഒരാൾ മുന്നോട്ട് പോകുന്നു, ഇതുണ്ടല്ലേ, ആള് കണ്ട് ഈ കൈയുടെ പുറത്തോട്ടാണ് നമ്മുടെ ആളിനെ തട്ടത്തില്ല, അതുകൊണ്ട് ഇതേ ലെവലിൽ തന്നെ കറക്റ്റ് ആയിട്ട് പോകും, കണ്ടില്ലേ? അപ്പൊ നമുക്ക് ആളിനെ തട്ടില്ല. അതേസമയത്ത് നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്, ആളിനെ നോക്കി ഈ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്ന വണ്ടി ഇങ്ങോട്ട് മാറി വരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു വാഹനം കിടക്കുന്നു. അപ്പൊ നമ്മൾ നേരെ നോക്കി ഈ വാഹനം കണ്ട് ഈ ഭാഗം മുതലേ തട്ടു എന്നുള്ള രീതിയിലാണ് വണ്ടി കിടപ്പ്. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കഴിക്കണ്ട, ഈ ഒരു ഭാഗത്തിന്റെ പുറത്താണ് നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ, പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ആ വണ്ടി തട്ടില്ല. അതേസമയം നമ്മൾ അകത്താണെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്തുള്ളൂ തട്ടുള്ളൂ. ഞാൻ ഈ ഒരു ലെവലിൽ ഇങ്ങനെ കൈവച്ചു, കണ്ടില്ലേ? നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. അപ്പം ഇതിന്റെ പുറത്താണ് ആ വണ്ടി എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയെ തട്ടുകയില്ല. കണ്ട, എന്റെ പുറത്തേക്ക് വണ്ടി ആക്കിയിട്ട് ഞാൻ നിർത്തി, കണ്ട, ആ വണ്ടി തട്ടാതെ നമ്മൾ വണ്ടി നിർത്തിയത് കണ്ട. കൃത്യമായിട്ട് നമുക്ക് ആ വണ്ടിയായിട്ട് ജഡ്ജ് ചെയ്ത് എവിടെ വെച്ചാട്ടോ, ഇവിടെ വെച്ചോണ്ട. ഇപ്പൊ എന്റെ ഒരു മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് അതിനകത്തിലിരുന്ന വിഷ്വൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്പം ആളിന് ബാക്കി ഇരുന്നുകൊണ്ട് ഈ മൊബൈൽ പിടിക്കുക ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. പക്ഷെ ഞാൻ ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് അങ്ങോട്ട് കയറിയത്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്. അപ്പൊ നമ്മളിപ്പോ കയറി പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഈ ഭാഗം കൊണ്ട് ഇങ്ങോട്ട് മാറി വരും. ഇപ്പൊ ഈ മാറി വരുമ്പം വണ്ടി എങ്ങോട്ട് മാറി വരും, ഇങ്ങോട്ട് മാറുന്നതിനനുസരിച്ച് നിങ്ങൾ ആ വിഷയം നോക്കുമ്പോൾ നമ്മൾ ഉറക്കും ഇങ്ങോട്ട് വണ്ടി മാറ്റിയതാണ്. ഇങ്ങോട്ട് വണ്ടി മാറ്റുന്നതല്ല, ഈ ഒരു ഭാഗം തന്നെ ചേർത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിർത്താൻ സാധിക്കും. നമുക്ക് മുന്നോട്ട് നോക്കിയേ, മുന്നോട്ട് പോകുമ്പോൾ ആ വണ്ടിയുടെ കിടന്നുകൊണ്ടാണ്. അപ്പൊ അത്രത്തോളം അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. എന്ത് ചെയ്യുന്നു, നമ്മൾ അത്രത്തോളം ആ ഗ്യാപ്പ് നമ്മളങ്ങ് സെറ്റ് ചെയ്യുകയാണ്. എന്നാലേ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരത്തുള്ളൂ. കണ്ട, കൃത്യമായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന്. കാരണം എന്തുകൊണ്ട് നമ്മൾ അത്രയും ഇപ്പൊ വണ്ടി കയറിയപ്പോൾ അത്രയും മഴയായിട്ട് വന്ന് ആ വണ്ടി റോഡിലോട്ട് കിടക്കുന്ന വേണ്ട. അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ അത്രയും അങ്ങ് ഫില്ല് ചെയ്തു. അപ്പൊ ആ ഒരു രീതി നിങ്ങളെ ഒന്ന് ജഡ്ജ് ചെയ്യണം. കാരണം ഞാൻ എന്റെ സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ജഡ്ജ് ചെയ്ത് വെച്ചത്. അപ്പം നിങ്ങൾ ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ വണ്ടിക്ക് ഇങ്ങനെ ഓവർടേക്ക് നിങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കാരണവശാലും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യരുത്. പലരും കണ്ട് ഈ രീതിയിൽ ഇങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് തട്ടു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, കണ്ട് ഇങ്ങനെ അങ്ങ് മാറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി വലത്തോട്ട് പോകുന്നത് നമുക്ക് ആ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടാതെ. അപ്പം പലരും എന്ത് ചെയ്യും, അവിടെ ഇരിക്കുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് പിടിക്കും. വണ്ടി റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടി അവർ ശ്രദ്ധിക്കുന്നില്ല, അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് നമ്മുടെ വണ്ടി ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി പെട്ടെന്ന് ബാക്കി ശ്രദ്ധിക്കാതോ അല്ലെ ഫ്രണ്ട് ശ്രദ്ധിക്കാതോ ഇങ്ങോട്ട് പിടിച്ചാൽ സംഭവിക്കും, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി തട്ടാൻ ചാൻസ് ഉണ്ട്, ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടി തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ പോകുന്ന സമയത്ത് ആളിനെ അങ്ങോട്ട് ഒഴിഞ്ഞ് കിട്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ വേറൊരു വണ്ടി ദേ വരുന്നു. അപ്പൊ നിങ്ങൾ നോക്കും, അയ്യോ എന്നെ തട്ടാൻ വരുന്ന നമുക്ക് പേടിക്കും. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നേരെ ഫ്രണ്ടിൽ ആ വണ്ടി, കാരണം തെറ്റ് ചെയ്ത് തരാം നമ്മളാണ്. കാരണം നമ്മൾ ഈ ഭാഗത്തൂടെ പോകുന്ന ഒരാള് നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പം വണ്ടി എങ്ങോട്ട് പോയി, റൈറ്റ് സൈഡിലോട്ട് പോയി. ആ റൈറ്റ് സൈഡ് ആരുടെ സൈഡാ, ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡാണ്. അപ്പൊ നമ്മളാണ് തെറ്റ് ചെയ്തത്. അപ്പൊ നമ്മളോർക്ക് നമ്മളെ ഇടിക്കാൻ വരുന്നവർ നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് റൈറ്റ് സൈഡും കിട്ടാതെ വരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം തന്നെ നോക്കി കൃത്യമായിട്ട് ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ വാഹനം ഓടിക്കാം. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതെന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കി നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അത് കാണിച്ചിട്ടും ചെയ്തിട്ടും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് തന്നെ വേറെ വീഡിയോ ചെയ്ത് നിങ്ങളെ വ്യക്തമായിട്ട് തന്നെ അത് കറക്റ്റായിട്ട് തന്നെ എന്തെങ്കിലും ഒരു സാധനം വെച്ചോ കൃത്യമായിട്ട് ഞാനത് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ എന്താ യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ് ചെയ്യപ്പെട്ടത്. നാളെ അടുത്ത വീഡിയോ കാണും വരെ.